ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ വിനീതും ഗംഗയും കൂടി വീട്ടിലേക്ക് കയറി വരുന്ന കാണുന്ന ഗീത ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭർത്താവായ ദാസനെ വിളിച്ച് കാണിക്കുക, ഇവനെന്താ ഇവിടെ തള്ള രണ്ടും കൽപ്പിച്ചാണെന്നാ തോന്നുന്നത് എന്ന് ദാസനും അപ്പോൾ പറയാൻ കേട്ടോ. ഇതേ സമയം വിനീതും ഗംഗയും വരുന്ന കാണുന്ന സുജാത നിലവിളക്കും പിടിച്ചിറങ്ങി വരുന്ന കാണുന്ന ഗീത ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ദാസേട്ട, എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നത്. വിനീതിന്റെയും ഗംഗയും അമ്മ ആനയിച്ച വീട്ടിലേക്ക് കയറ്റാൻ പോകുന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ദാസൻ പറയും, ഇല്ല, ഒന്നും എൻ്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോകാൻ ഈ ദാസൻ സമ്മതിച്ച് കൊടുക്കില്ല. ഇത്രയൊക്കെ ഇവിടെ വരെ എത്തിക്കാമെങ്കിൽ ബാക്കിയും എന്ത് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ മാറി നിന്ന് അവർ കളി കാണുവാണേ. അപ്പൊ ഗീതയാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് വരിക, അമ്മേ, ഇവനെ ഇവളെയും ആനയിച്ച് ഈ വീട്ടിലേക്ക് കയറാൻ അമ്മയ്ക്ക് നാണമില്ലേ എന്ന് ചോദിക്കാം. എൻ്റെ മോള് കൂടുതൽ അമ്മയോട് സ്നേഹമൊന്നും കാണിക്കണ്ട. നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വ്യക്തമായിട്ട് ഈ സുജാതയ്ക്ക് ഇന്നലെ രാത്രി കൊണ്ട് മനസ്സിലായതാ. ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാ ഞാനിന്ന് ജീവനോടെ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയാം. അപ്പൊ വിനീതും ഗംഗയും ഇതൊന്നും കേൾക്കുന്നില്ല. അമ്മ തങ്ങളെ വീട്ടിലേക്ക് വിളിച്ചതിൽ അത്രയേറെ സന്തോഷത്തിലാണ് നമ്മുടെ വിനീത് നിൽക്കുന്നത്. വിനീത് അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, എന്നെയും ഗംഗയും ഈ വീട്ടിലേക്ക് അമ്മ ഇത്ര പെട്ടെന്ന് വിളിച്ചു കയറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന സുജാത പറയും, അമ്മയ്ക്ക് എല്ലാവരുടെ സ്വഭാവം ഇപ്പോഴാ മോനെ മനസ്സിലായത്. ആരാ അമ്മയ്ക്ക് എന്നും താങ്ങും തണലുമായി കാണുക എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ഗംഗയുടെ അടുത്തേക്ക് നില്ലും. എന്നിട്ട് പറയും, അപ്പച്ചി മോളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണത ഫലം അപ്പച്ചി അനുഭവിച്ചും കഴിഞ്ഞു എന്ന് കേൾക്കുമ്പം ഗംഗ പറയും, അപ്പച്ചി ഇത് എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയും, ഏയ് ഒന്നുമില്ല, ഒരു പാതിരാത്രി നിന്നെയും നിന്റെ വീട്ടുകാരെയും എല്ലാവരെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവളാ ഈ സുജാത. അന്ന് ശാരദയും എൻ്റെ അമ്മയടക്കം എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. മോള് വാ, ഈ വീടിൻ്റെ വിളക്ക് ഇന്നു മുതൽ മോളാ. ഈ വിളക്ക് കയ്യിൽ പിടിച്ച് വലതുകാലം വെച്ച് ഈ വീട്ടിലേക്ക് മോള് കയറി വാ എന്ന് പറയാൻ കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ ഗീത വീണ്ടും സുജാതയുടെ അടുത്തേക്ക് ചെല്ലുക. അമ്മ ഇത് എന്തു ഭാവിച്ച? അമ്മേനെ ധിക്കരിച്ചുകൊണ്ട് നമ്മളെ ആരും വേണ്ടെന്നും പറഞ്ഞ് ഇവളുടെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോയവനാ ഇവൻ. ഇവനെ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നോ? ഞാനിതിന് സമ്മതിച്ചു തരില്ല എന്ന് പറയാണ്. നിന്റെ സമ്മതം ആർക്കാ ഇവിടെ വേണ്ടത് എന്ന് അപ്പൊ സുജാത ചോദിക്കാം. ഈ വീട് എന്റെ വീടാ. നിനക്ക് തരാനുള്ളതൊക്കെ തന്ന് നിന്നെ അന്തസ്സായിട്ടാ ഇവന്റെ കൂടെ ഞാൻ കെട്ടിച്ചയച്ചത്. വീണ്ടും ഇവിടെ വന്ന് അധികാരം കാണിക്കാനുള്ള ഒരു അവകാശവും ഇനി നിനക്കില്ല. നിനക്ക് എല്ലാം കൃത്യമായിട്ട് തന്നിട്ടുമുണ്ട് എന്ന് പറയാം. അത് എന്ത് വർത്തമാനം അമ്മേ എന്ന് അപ്പൊ ദാസൻ ചോദിക്കാണ് കേട്ടോ. നീയൊന്നും മിണ്ടിപ്പോകരുത് എന്ന് പറയണേ. അപ്പം അമ്മയ്ക്ക് ചേച്ചിയോടും അളിയനോടുമുള്ള ഈ പെരുമാറ്റത്തിൽ വിനീതിന് സംശയം തോന്നുക. പക്ഷെ ഗംഗ സുജാത കൊടുത്ത നിലവിളക്ക് വാങ്ങിച്ച സന്തോഷത്തോടു കൂടി തന്നെ ആ വീടിൻ്റെ മരുമകളായി അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അത് കാണുന്ന വിനീതിനും ഒരുപാട് സന്തോഷം ആവുകയാണ്. രണ്ടുപേരും ചേർത്ത് നിർത്തിയിട്ട് ഗംഗയോടും വിനീതിനോടുമായിട്ട് സുജാത പറയും, രണ്ടുപേരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്ന് പറയാണ്. അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? പെട്ടെന്ന് അമ്മയ്ക്ക് എന്താ ഇങ്ങനൊരു മനമാറ്റം എന്ന് ചോദിക്കാം. എല്ലാം അമ്മ വ്യക്തമായിട്ട് പറയാടാ. എൻ്റെ മോന് എനിക്ക് ആരായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മോന് ഇവളോടുള്ള സ്നേഹം എത്ര ആഴത്തിലുള്ളതാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നിങ്ങളെ രണ്ടുപേരെയും പിരിക്കാൻ ഞാൻ നോക്കി. ഗംഗയ്ക്ക് നിന്നോടുള്ള സ്നേഹത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ പരം എന്ത് സന്തോഷമാണ് ഈ അമ്മയ്ക്ക് വേണ്ടത് എന്ന് പറയാം. എന്നിട്ട് ഗംഗയോട് പറയും, അപ്പച്ചി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മോനോടുള്ള എൻ്റെ സ്നേഹം കൊണ്ട് തന്നെയാ. എൻ്റെ മോനെ അവഗണിച്ച് നീ വേറെ കല്യാണം കഴിക്കാൻ പോകുവാണെന്ന് കണ്ടപ്പോൾ എനിക്ക് നിന്നോടും നിന്റെ കുടുംബത്തുള്ള എല്ലാവരോടും ദേഷ്യമായിട്ട് മാറി എന്ന് പറയാണ്. ഇതൊക്കെ കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. എൻ്റെ അരവിന്ദേട്ടൻ്റെ കുടുംബമാണെന്ന് പോലും ഓർക്കാതെ ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തു കൂട്ടിയത്. അതിനുള്ള ശിക്ഷ സ്വന്തം മകളിലൂടെ തന്നെ ദൈവം എനിക്ക് തന്നു എന്ന് പറയാം. എന്താമേ, എന്താ കാര്യം? അമ്മ കുറേ സമയമായിട്ട് പറയുന്നുണ്ടല്ലോ. ഗീത ചേച്ചി എന്താ ചെയ്തത് എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന സുജാത പൊട്ടിക്കരയാണ് കേട്ടോ. മോനെ, അവൾ എന്നെ കൊല്ലാൻ നോക്കിയടാ എന്ന് പറയാം. ഗീത ചേച്ചി കൊല്ലാൻ നോക്കുകയോ? അവള് ഭർത്താവുമായിട്ട് കൂട്ടുചേർന്ന് എന്നെ കൊന്ന് ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലാക്കാനായിട്ട് നോക്കി. ഞാനതിന് സമ്മതിച്ചു കൊടുത്തില്ല. അതിന് ആ ദാസൻ വെട്ടുകത്തിയായിട്ട് വന്ന എന്നെ വെട്ടാൻ നോക്കിയത്. ഞാൻ രക്ഷപ്പെട്ടതാ. ഇന്നലെ രാത്രി മുഴുവനും ഒരു പോള കണ്ണടയ്ക്കാതെ ഞാൻ പറമ്പിലായിരുന്നത് എന്നും പറഞ്ഞ് പൊട്ടിക്കരയാണ്. അത് കേൾക്കുന്ന വിനീതിന്റെ രക്തം തിളക്കുകയാണ്. അമ്മയെ കൊല്ലാൻ നോക്കിയെന്നോ ദാസനളിയൻ? അതിന് ഗീത ചേച്ചി കൂട്ടുനിന്നോ? എന്തൊക്കെയാ പറയുന്നേ? അപ്പച്ചി, ഇതൊക്കെ സത്യമാണോ എന്ന് ഗംഗയും ചോദിക്കുക. അതേ മോളെ, ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള എല്ലാം ശിക്ഷ എനിക്ക് നൽകി. എൻ്റെ അരവിന്ദേട്ടൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു.
അതുകൊണ്ടല്ലേ എൻ്റെ കണ്ണ് തുറപ്പിച്ചത് എന്ന് പറയാണ്. അന്ന് നീ അമ്മയും അതുപോലെ ശാരദയും നിങ്ങളെല്ലാവരെയും ഞാൻ പാതിരാത്രിക്ക് ഇറക്കി വിട്ടില്ലേ, അതിൻ്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയാം. ഞാൻ തകർന്നു പോയി മോനെ, എന്നെ കൊല്ലാൻ അവൾ നോക്കി. ഞാൻ പെറ്റു വളർത്തിയ എൻ്റെ സ്വന്തം മോള് അമ്മയെ കൊല്ലാൻ ഭർത്താവിന് ഒത്താശ ചെയ്തു കൊടുത്തു എന്നും പറഞ്ഞ് അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു പോവാണ് കേട്ടോ. ഒരു വിധത്തിൽ നമ്മുടെ ഗംഗയും വിനീതും കൂടി ശാരദയെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അളിയനുള്ളത് ഞാൻ കൊടുത്തോളാം, അയാളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണേ. അപ്പം പുറത്തുനിന്ന് ഇതെല്ലാം കണ്ടും കേട്ടും ഗീതയും ദാസനും നിൽക്കുന്നുണ്ട്. തള്ള എല്ലാ കാര്യങ്ങളും മകനെ അറിയിച്ചല്ലോടി എന്ന് പറയാം. അപ്പം ഗീത പറയും, ഇനിയും നമ്മളിവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല ദാസേട്ടാ, വിനീത് വല്ല കേസും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അത് ബാധിക്കും എന്ന് പറയാം. പിന്നെ അവൻ എന്ത് ചെയ്യാനാ, നിന്റെ ആ പൊട്ടൻ അനിയന് എന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിനുള്ള കഴിവൊന്നും അവനില്ല എന്ന് പറയാം. ദേ ദാസേട്ടാ, എനിക്ക് ആകെ പേടിയാവുക, അമ്മയും ഇപ്പം അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അമ്മ നമുക്കെതിരെ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ വാക്കിനെ പോലീസ് വില നൽകുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പം ദാസന്റെ രക്തം തിളക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇതൊക്കെ കണ്ടുകൊണ്ടാടി നിന്നെ എടുത്ത് ഞാൻ തലയിൽ വെച്ചത് എന്ന് പറയാണേ. അപ്പം അത് ഗീതയ്ക്ക് ചെറുതായിട്ട് സങ്കടം വരുത്തുന്നുണ്ടെങ്കിൽ പോലും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം സുജാതയിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിയുന്ന വിനീതാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ദാസന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് തുടങ്ങാണ്. അയാളെ ഞാൻ വെറുതെ വിടില്ല ഗംഗെ, അയാൾ എന്ത് തെറ്റാ ചെയ്തത്, എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കുകയോ, ഞാനിവിടെ ഒന്നില്ലെന്ന് കരുതി ഇവിടെ കയറി വന്ന് എന്ത് തോന്നിവാസം ചെയ്യാനാണോ അവനൊക്കെ കരുതിയിരിക്കുന്നത്. അപ്പം വിനീതിനോട് ഗംഗ പറയും, ഇപ്പോൾ ഒരു പ്രശ്നത്തിനും പോവണ്ട വിനീതേട്ടാ, നമുക്ക് പോലീസിൽ പോയി പരാതി കൊടുക്കാം. അപ്പച്ചി ഒരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ പോലീസ് നിയമ നടപടി എടുത്തോളും എന്ന് പറയണം. എന്ത് നിയമ നടപടി എന്ന് വിനീത് ചോദിക്കുക. പോലീസിനെയൊക്കെ വേണമെങ്കിൽ സ്വന്തം കീഴ് വരുത്താനുള്ള കഴിവൊക്കെ അയാൾക്കുണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. ക്രിമിനൽ കുടുംബം അവരുടെ ഫുൾ കുടുംബം. ചേച്ചിയും ആ കൂടെ കൂടി സ്വന്തം അമ്മയെ പോലും സ്വത്തിനു വേണ്ടി കൊല്ലാൻ മാത്രം മനസ്സ് മരവിച്ചു പോയല്ലോ എന്ന് പറയാം. ഗീതച്ചയ്ക്ക് ഇങ്ങനെ മാറാൻ എങ്ങനെ സാധിച്ചു, ഈ വീട്ടിലുണ്ടായിരുന്നപ്പം അമ്മയോടും എന്നോടും ഒക്കെ എത്ര സ്നേഹമായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പം ഗംഗ അതിനൊന്നും മറുപടി പറയുന്നില്ല. സുജാതയാണെങ്കിൽ തൻ്റെ മകനെയും മരുമകളെയും ചേർത്ത് നിർത്തി രണ്ടുപേർക്കും തുടരെ ഉമ്മയൊക്കെ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ സുജാതയുടെ ഈ മാറ്റം കാണുമ്പോൾ ഗംഗയ്ക്കും ഒരുപാട് സന്തോഷമാവുക. കാരണം വിനീതിൻ്റെ മനസ്സിൽ എപ്പോഴും ഈ വീടും സുജാതയും ഒക്കെ തന്നെയായിരുന്നു എന്ന് ഗംഗയ്ക്കും ബോധ്യപ്പെടുകയാണല്ലോ. എല്ലാം കലങ്ങി തെളിയുവാണെങ്കിൽ അത് എന്തുകൊണ്ട് നല്ലതാണെന്ന് ഗംഗയും ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗംഗ അപ്പം വിനീതിനെ പിടിച്ചു വെച്ചെങ്കിൽ പോലും വിനീത് വെറുതെ ഇരിക്കുന്നില്ല. ദാസം പുറത്തിരിക്കുന്ന കാണുന്ന വിനീത് അയാളെ എടുത്തേക്ക് ചെന്ന് അയാൾക്ക് 2-3 അടി കൊടുക്കണം കേട്ടോ. അയാളും വിനീതിനെ തിരിച്ചും തല്ലുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ അടിപിടിയായിട്ട് മാറുകയാണ് കേട്ടോ. എന്നിട്ട് തന്നെ ഞാനൊന്ന് കൊല്ലുവ, അമ്മയെ കൊല്ലാൻ നോക്കിയ താൻ ഇനി ജീവിച്ചിരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കും. അപ്പം ഈ ബഹളം കേട്ടുകൊണ്ട് ഗംഗയും ഗീതയും കൂടി അങ്ങോട്ട് ഓടി വരിക. വിനീതേട്ടാ എന്തേ കാണിക്കുന്നേ, മാറിക്കേ എന്നും പറഞ്ഞ് വിനീതിനെ പിടിച്ചു മാറ്റാൻ ഗംഗ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദാസനെ പിടിച്ചു മാറ്റാനായിട്ട് ഗീതയും ശ്രമിക്കുക. ദേ ചേച്ചി എന്നുള്ള ബന്ധമൊക്കെ എൻ്റെ മനസ്സിൽ മരിച്ചു പോയിടി, എന്ന് നീ എൻ്റെ അമ്മയെ കൊല്ലാനായിട്ട് ഇയാൾക്കൊപ്പം കൂട്ടുനിന്നോ, അന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു, ഈ നിമിഷം നീ നിന്റെ കെട്ടിയോനെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗീത പറയും, ഞാൻ അങ്ങനെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ വീട് നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, എനിക്കും കൂടി അവകാശപ്പെട്ടതാ, എനിക്ക് അവകാശപ്പെട്ടത് തരാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് ഗീതയും വാശിയോടുകൂടി പറയാൻ കേട്ടോ. അത് കേട്ടോണ്ട് സുജാത അങ്ങോട്ട് വരിക. നിനക്ക് ഈ വീട്ടിൽ എന്ത് അവകാശം ഉള്ളതെന്ന് നീ പറഞ്ഞു വരുന്നേ എന്ന് ചോദിക്കുക. ഈ കാണുന്ന വീടും സർവ്വ സ്വത്തുക്കളും വിനീതിന് മാത്രം അവകാശപ്പെട്ടതാ, അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്തതാ എന്ന് പറയാണ് കേട്ടോ. പക്ഷേ ദാസൻ ഗീതയുടെ കൂടെ അവിടെ നിന്ന് ഇറങ്ങുന്നത് വെറുതെയല്ല, പാമ്പിൻ്റെ പകയോടുകൂടിയാണ് അയാൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. എങ്ങനെയും ആ സ്വത്തുക്കൾ കൈക്കലാക്കാൻ എത്ര ദുഷ്ടത്തരം ചെയ്യാനുള്ള മനസ്സുമായിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ഭർത്താവിനെ അനുഗമിച്ചുകൊണ്ട് മകളെയായിട്ട് ഗീതയും പോവാണ് കേട്ടോ. ഇനി എനിക്ക് ഇങ്ങനൊരു അമ്മയും സഹോദരനും ഇല്ല എന്ന് പറഞ്ഞാൽ പോകുന്നത്, എനിക്ക് അവകാശപ്പെട്ടത് എന്ത് വില കൊടുത്തും ഞാൻ മേടിക്കും എന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഇത് കാണുന്ന സുജാത നെഞ്ച് തകർന്ന് അവിടെ നിന്ന് കരയാ. തൻ്റെ മകൾക്ക് എങ്ങനെ ഇത്രയും ക്രൂരിയാകാനായിട്ട് സാധിക്കുന്നു, സ്വന്തം അമ്മയാണ് എന്നുള്ള ബന്ധം പോലും മറന്നുകൊണ്ട് ഇത്ര നീചമായ പ്രവൃത്തി ചെയ്യാൻ മാത്രം അവൾ അതപ്പതിച്ചു പോയോ എന്നോർത്ത് സുജാത കരയാണ്. താൻ എത്ര നന്നായിട്ട് വളർത്തിക്കൊണ്ട് വന്നതാ, വിഷക്കൂട്ടുങ്ങളുടെ കൂടെ ചേർന്ന് അവളും ഒരു വിഷപ്പാമ്പായിട്ട് മാറിയല്ലോ എന്ന് പറയണം. അത് കേൾക്കുമ്പോഴത്തേക്കും വിനീത് പറയും, അമ്മേ സാരമില്ല അമ്മേ, ചേച്ചി എപ്പോഴും സ്വന്തം കാര്യത്തിന് മാത്രമല്ലേ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ദാസനളിയൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ സ്വഭാവവും അറിഞ്ഞു വെച്ചുകൊണ്ടും ആ കല്യാണം മതിയെന്ന് വാശി പിടിച്ചത് ചേച്ചിയല്ലേ, അവരുടെ കൂടെ കൂടി ചേച്ചിയും ഇങ്ങനായി പോയി, അതിന് അമ്മ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാം. അങ്ങനെ സുജാതയും ഗംഗയും ചേർത്ത് നിർത്തിക്കൊണ്ട് വിനീത് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അതേസമയം ജയപാലന് നിവിനും കാവേരിയും തമ്മിലുള്ള ഈ അടുപ്പം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാവേരിക്ക് കൂടെ
എപ്പോഴും നിവിനുണ്ടാകുന്ന കാര്യം ജയബാലൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജേശ്വരിയുടെ അടുത്തേക്ക് പോവാണ്. ദേ രാജേശ്വരി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ എനിക്കൊരു വാക്ക് തന്നായിരുന്നു, എൻ്റെ മകൾ രാഗിണിയും നിന്റെ മകൻ നിവിനുമായിട്ടുള്ള കല്യാണം അത് നടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കാകുമ്പോൾ എൻ്റെ മകളെ എനിക്ക് കണ്ണു അടിച്ചയക്കാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു ബന്ധത്തിന് ഞാൻ മുന്നോട്ട് വന്നത് എന്ന് പറയാം. അതെനിക്ക് മനസ്സിലായല്ലോ ഏട്ടാ. ഇപ്പം എന്തിനാ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്ന് ചോദിക്കാം. ഇതിനെപ്പറ്റി സംസാരിക്കണം. അവനെ ഇപ്പോഴും ആ അരവിന്ദന്റെ മകള് കാവേരി ഉണ്ടല്ലോ, അവളുടെ കൂടെയാ. ആ കുടുംബത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും മുന്നിൽ നിൽക്കുന്നതും അവന് അവളെ മതിയെന്നും പറഞ്ഞ് വാശി പിടിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എന്നിട്ടും ഞാൻ നിന്നോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടാ അതൊന്നും കാര്യമാക്കി എടുക്കാത്തത്. നീ എന്നോട് പറഞ്ഞില്ലായിരുന്നോ അതൊക്കെ വെറുതെയാന്ന്? എൻ്റെ പൊന്ന് ജയബാലേട്ട, അതൊക്കെ വെറുതെയാ. അവൻ്റെ വെറും ഒരു കുട്ടിക്കളി. അങ്ങനെ ഞാൻ ആ ബന്ധത്തെ കണ്ടിട്ടുള്ളൂ. അവൻ അവളെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അത് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കുമോ? നമ്മുടെ കുടുംബത്തിനൊരു അന്തസ്സും അഭിമാനവും ഉണ്ട്. ആ പെണ്ണ് ഒരിക്കലും നിവിന് ചേർന്ന ഒരു പെണ്ണുമല്ല. അവളുടെ ഈ അഹങ്കാരം നിറഞ്ഞ സ്വഭാവമൊന്നും എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയല്ല എൻ്റെ മനസ്സിൽ നിവിൻ്റെ വധു. അത് രാഗിണി തന്നെയാ. രാഗിണി മോളെ ഈ കുടുംബത്തിൽ മരുമോളാക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ഞാനത് ചെയ്തിരിക്കും. എത്രയും വേഗം നിവിൻ്റെയും രാഗിണിയുടെയും കല്യാണം നടന്നു കാണാൻ തന്നെയാ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ജയബാലൻ പറയും, ഇതെനിക്ക് കേട്ടാൽ മതി. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ. രാഗിണി മോള് ഉടനെ തന്നെ ക്ലാസ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ അധികം വൈകാതെ നിവിൻ്റെയും രാഗിണിയുടെയും കല്യാണം എത്രയും വേഗം നിവിനെ സ്വന്തമാക്കണമെന്ന രാഗിണിയും പറയുന്നത്. എൻ്റെ മോക്ക് നിവിനോട് അത്രയധികം സ്നേഹമാണ്. നിനക്കറിയാലോ, വെറും കൈയോടെ ഞാൻ എൻ്റെ മകളെ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കില്ല. ഞാൻ 5 ഏക്കർ തോട്ടമാണ് മേടിച്ചിട്ടിരിക്കുന്നത്. ആ തോട്ടം എൻ്റെ മരുമകന് സമ്മാനമായിട്ട് കൊടുക്കാനുള്ളതാണ്. അതായത് നിവിന് അവകാശപ്പെട്ടതാണെന്ന്. അതിൻ്റെ ഭൂമി പൂജയ്ക്ക് അന്ന് ഞാൻ നിന്നോട് വരണമെന്ന് പറഞ്ഞത്. അടുത്തയാഴ്ച ഞാനത് നടത്താൻ തീരുമാനിച്ചിരിക്കുക. നീ നിവിനെ കൂട്ടിക്കൊണ്ട് ഉറപ്പായിട്ടും വരണം എന്ന് പറയാം. അത് കേൾക്കുന്ന രാജേശ്വരി പറയും, ജയബാലേട്ടൻ സമാധാനത്തോടെ പൊയ്ക്കോളൂ. നമ്മൾ രണ്ടുപേരും ചേർന്ന് മക്കളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കും. ഭൂമി പൂജയ്ക്ക് നിവിനെ കൂട്ടിക്കൊണ്ട് ഞാൻ വരികയും ചെയ്യും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ജയബാലൻ സന്തോഷത്തോടു കൂടി അവിടെ നിറങ്ങുക. കാവേരി, നിന്നെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്കറിയാം. കളിച്ച് നീ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ നോക്കുന്നു. എൻ്റെ മകളുടെ ഭാവി വരന നിവിന്, അവനെ നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലടി. നീ നെഞ്ചു പൊട്ടി കരയുന്നത് ഞാൻ കാണും എന്നൊക്കെ മനസ്സിലിങ്ങനെ പറഞ്ഞ് പുച്ഛത്തോടെ അവിടെ നിന്ന് കൊണ്ട് പോവാണ് കേട്ടോ. ഇതേ സമയം ആ തോട്ടത്തെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയാനായിട്ട് സാധിക്കാതെ കാവേരി ആകെ സങ്കടപ്പെട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഗംഗയും വിനീതും കൂടി അവിടേക്ക് വരുന്നത്. അപ്പം ഗംഗ വന്ന് കാവേരിയുടെ അടുത്തിരിക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുക. ചേച്ചി, ആ തോട്ടം അത് അച്ഛൻ മേടിച്ചത് തന്നെയാണ്. പക്ഷേ നമുക്ക് അനുകൂലമായിട്ട് ഉള്ള തെളിവുകളൊന്നും നമുക്ക് ലഭിക്കുന്നുമില്ല എന്ന് പറയാണ്. മോളെ, അതുപോലെ ഒരുപാട് തോട്ടങ്ങൾ ഉണ്ടാവില്ലേ? ജയബാലൻ അയാൾ മേടിച്ച തോട്ടം അയാളുടെ സ്വന്തം തന്നെ ആണെങ്കിലോ? നിനക്ക് പറ്റിയതാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. ഏയ് അല്ല ചേച്ചി, ഇതിലെനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അച്ഛൻ നമ്മളെ അന്ന് കൊണ്ട് കാണിച്ച അതേ തോട്ടമാണ്. ഞാൻ പോയി നോക്കിയതാ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ജയബാലൻ അവിടെ ഭൂമി പൂജ നടത്താൻ പോവുക. അയാളുടെ പേരിലുള്ള വീടും അവിടെ പണിയാനായിട്ട് പോവുക. നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ അച്ഛൻ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റുമോ എന്ന് പറയാം. മോളെ, തെളിവുകളൊന്നും നമുക്ക് അനുകൂലമായിട്ടില്ല. നീ വെറുതെ പോയി അവിടെ പ്രശ്നമുണ്ടാക്കാന്നല്ലാതെ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുന്നില്ല എന്ന് ഗംഗ കാവേരിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കാവേരിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലേ. വീട്ടിൽ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം നമ്മുടെ വിനീതും ഗംഗയും തിരിച്ച് സുജാതയുടെ അടുത്തേക്ക് തന്നെ പോകും കേട്ടോ. ഇപ്പം സുജാതയുടെ കൂടെയാണ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത്. സുജാതയുടെ ഈ മാറ്റം അറിയുമ്പം ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് നമ്മുടെ രാധമ്മയ്ക്കും ശാരദയ്ക്കും തന്നെയാണ് കേട്ടോ. അവരുടെ പഴയ സുജാതയെ അവർക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്നുണ്ട്. ഇതേ സമയം കാവേരിയുടെ ഈ ടെൻഷൻ അടിച്ചുള്ള നടപ്പും ഒക്കെ ശാരദയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ശാരദയും വന്ന് കാവേരിയോട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ കാവേരി അമ്മയോട് ഭൂമിയെ പറ്റിയുള്ള കാര്യം പറയണ്ടെന്ന് വെച്ചെങ്കിൽ പോലും അമ്മ നിർബന്ധിക്കുമ്പം കാവേരി പറയുന്നുണ്ട്, നമ്മളെ ചതിച്ചുകൊണ്ട് ആ ജയബാലൻ അച്ഛനൊന്ന് നമ്മളെ ഒരു തോട്ടം കാണിച്ചു തന്നില്ലായിരുന്നോ? ആ തോട്ടം സ്വന്തമാക്കി വെച്ചിരിക്കുക. ഇപ്പം ആ തോട്ടം അയാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. അത് കേൾക്കുമ്പം ശാരദ പറയും, അതെങ്ങനെ സംഭവിക്കും? ആ തോട്ടം അന്ന് മേടിച്ചെന്നല്ലേ നമ്മളോട് അരവിന്ദേട്ടൻ പറഞ്ഞത് എന്ന് ശാരദ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധമ്മ വന്ന് അടുത്ത് നിന്നിട്ട് ചോദിക്കും, ഏത് തോട്ടത്തിൻ്റെ കാര്യം ഈ പറയുന്നേ? അമ്മേ, അരവിന്ദേട്ടൻ ഒരു 5 ഏക്കർ തോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അരവിന്ദേട്ടൻ ജോലിയൊക്കെ നിർത്തി ഗൾഫിൽ നിന്ന് വരുമ്പം ആ തോട്ടത്തിൽ ഒരു വീട് വെക്കണമെന്നും എല്ലാവർക്കും കൂടി സന്തോഷത്തോടെ ജീവിക്കണമെന്നും ഒക്കെ പറഞ്ഞത്
അതിനെപ്പറ്റി ഓർമ്മ വരികയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാധമ്മ പറയും, ആ തോട്ടത്തിന് ഇപ്പൊ എന്ത് സംഭവിച്ചു? കാവേരി പറയുന്നത് ആ തോട്ടം ആ ജയബാലന്റെ പേരില ഇപ്പോഴെന്നാ. അരവിന്ദേട്ടൻ കൊടുത്ത കാശ് കൊണ്ട് അയാളുടെ പേരിൽ ആ തോട്ടമാക്കിയെന്നാ പറയുന്നേ എന്ന് പറയാം. ഇത് കേൾക്കുന്ന രാധമ്മ അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ. എത്ര ദുഷ്ടനാ അവൻ. അവനും അവൻ്റെ പെങ്ങളും ഒക്കെ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് കഴിച്ചതിനേക്കാൾ കൂടുതൽ ആഹാരം കഴിച്ചത് എൻ്റെ ഈ കൈകൊണ്ടാ. എൻ്റെ അരവിന്ദന് അത്ര വിശ്വാസമായിരുന്നു ജയബാലനെ. എന്നിട്ട് അവനെ ഇങ്ങനെ ചതിച്ച് ഇഞ്ചിഞ്ചാക്കി ഇല്ലാതാക്കാൻ അവൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കാം. അപ്പം കാവേരി പറയും, നമ്മൾ കാണുന്നതൊന്നുമല്ല അയാളുടെ യഥാർത്ഥ സ്വഭാവം. ആട്ടിൻതോലിട്ട ചെന്നായ അയാളുടെ നേട്ടത്തിനു വേണ്ടി എത്ര ക്രൂരകൃത്യം ചെയ്യാനും അയാൾക്ക് ഒരു മടിയില്ല. അയാളെ പറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞ് നെഞ്ചു പൊട്ടിയ എൻ്റെ പാവം അച്ഛൻ മരിച്ചത് എന്ന് കാവേരി അവിടെ നിന്ന് പറയാം. ശാരദ ചോദിക്കും, നീ ആ തോട്ടത്തിനെ പറ്റി അന്വേഷിച്ചോ എന്ന് ചോദിക്കുക. ഞാൻ ഒരുപാട് അന്വേഷിച്ചമ്മേ. ഞാനും നിവിനും കൂടി പോയി ആ തോട്ടത്തിൻ്റെ പഴയ ഉടമസ്ഥൻ്റെ അടുത്ത് വരെ എത്തി. പക്ഷേ അയാൾക്കും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അയാൾക്ക് ഒരുപാട് തോട്ടങ്ങളും ഒക്കെ ഉള്ള ആളാണ്. പലർക്കും എഴുതി കൊടുക്കുന്നു മേടിക്കുന്നു ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു വിവരവും കിട്ടിയില്ല. ഇതെല്ലാം ആ ജയബാലൻ തടസ്സം സൃഷ്ടിക്കുന്നതമ്മേ. അതിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛൻ്റെ ഡയറിയിൽ ജയബാലന് ഓരോ മാസവും ആ തോട്ടത്തിൻ്റെ മേടിക്കുന്നതിന് വേണ്ടി അയച്ചു കൊടുത്ത തുകയുടെ കൃത്യമായ കണക്കുകൾ എഴുതിയിട്ടുണ്ട്. ആ പൈസയൊക്കെ പിന്നെ അയാൾ എന്ത് ചെയ്തു? അച്ഛന് പേരിൽ മേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന തോട്ടം അച്ഛൻ്റെ മരണശേഷം അയാൾ എന്തോ കള്ളത്തരം കാണിച്ച് അയാളുടെ പേരിലാക്കിയിരിക്കുന്നതാ. നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ടാമേ അയാൾ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നത് എന്ന് പറയാം. അപ്പം ശാരദ പറയും, ഇത് സത്യമാണെങ്കിൽ വെറുതെ വിടാൻ പാടില്ല, നമുക്കിത് ചോദിക്കുക തന്നെ വേണം. നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞുവെന്നെങ്കിലും അയാളെ അറിയിക്കണം എന്ന് ശാരദ പറയാണ്. പക്ഷേ നമ്മൾ ഇത് പോയി ചോദിച്ചാലും അയാൾ ഇതൊന്നും സമ്മതിച്ചു തരാൻ പോകുന്നില്ല. തെളിവുകളൊക്കെ നമുക്കെതിരാമേ. അയാൾക്ക് അനുകൂലമായിട്ടാ എല്ലാ കാര്യങ്ങളും അയാൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അയാളുടെ കൂടെയാകും നമ്മൾ കേസ് കൊടുത്താൽ പോലും പോലീസും കോടതിയും ഒക്കെ നിൽക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കാം. എന്നും കരുതി അരവിന്ദനുണ്ടാക്കിയ തോട്ടം അത് വെറുതെ കളയാൻ പറ്റുമോ എന്ന് രാധമ്മ ചോദിക്കുക. എൻ്റെ മോൻ ചോര നീരാക്കി മേടിച്ചതായിരിക്കാം അതെല്ലാം. എന്നിട്ട് അതൊക്കെ മറ്റൊരുത്തിൻ്റെ കയ്യിൽ ഒരിക്കലുമില്ല. നിങ്ങൾക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ മറ്റൊരാൾ അനുഭവിക്കാൻ സമ്മതിച്ചു കൊടുക്കരുത്. നമുക്ക് എങ്ങനെയെങ്കിലും ആ ഭൂമി പൂജ മുടക്കണം എന്ന് രാധമ്മയും പറയാണ് കേട്ടോ. അപ്പം അത് കേട്ടോണ്ട് വരുന്ന നമ്മുടെ യമുനയും പറയും, അയാളെ എന്ന് ഒരിക്കലും കരുതരുത് ചേച്ചി, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് അയാളെ അറിയിക്കണമെന്ന് തന്നെ പറയാൻ കേട്ടോ. ഇതേ സമയം കാവേരിയും നിവിനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി കാവേരിയുടെ വീട്ടിൽ പോയി തന്നെ സംസാരിക്കാൻ രാജേശ്വരി തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജേശ്വരി സ്നേഹതീരത്തേക്ക് വരികയാണ് കേട്ടോ. രാജേശ്വരിയെ കാണുമ്പോൾ തന്നെ ശാരദയ്ക്ക് അന്ന് റിസോർട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങളാണ് ഓർമ്മ വരുന്നത്. രാജേശ്വരി ശാരദയോട് പറയും, എന്താ ശാരദ എന്റെ കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നത്? എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കും വിഷമമുണ്ട്. അരവിന്ദേട്ടൻ എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ തന്നെയായിരുന്നു. എന്നും കരുതി പെൺമക്കളെ വളർത്തിയെടുക്കുന്നത് ഓരോ വീട്ടിലെ ആണുങ്ങളെ വല വീശി പിടിക്കാൻ ആയിരിക്കരുത് എന്ന് പറയാം. അപ്പം ശാരദ പറയും, രാജേശ്വരി എന്തൊക്കെയായി പറയുന്നേ? എൻ്റെ മക്കള് ആരെ വല വീശി പിടിച്ചെന്നാ? ഞാൻ ഗംഗയുടെ കല്യാണം നടന്നെന്നൊക്കെ അറിഞ്ഞിരുന്നു. അവൻ്റെ അമ്മയുടെ യാതൊരു സമ്മതവും ഇല്ലാതെ ആ ചെറുക്കനെ നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഒരു മകളെ അവൻ്റെ തലയിൽ വെച്ച് കെട്ടുകയും ചെയ്തു. ഇപ്പം കല്യാണപ്രായം എത്തി നിൽക്കുന്ന ഒരുത്തി കൂടി ഉണ്ടല്ലോ. ആരുടെ തലയിൽ കയറുമെന്ന് അറിയാതെ ഓടി നടക്കുന്ന ഒരുത്തി കാവേരി. എൻ്റെ മകൻ്റെ പിന്നാലെ അവളെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ മകനെയും നിവനെ കുടുക്കിയതുപോലെ കുടുക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് ഇപ്പോഴേ എടുത്ത് കളഞ്ഞേരെ. അവൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതാ. അതുകൊണ്ട് ആ കല്യാണമേ നടക്കാൻ പാടുള്ളൂ. മകളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോണം. അവൻ്റെ കൂടെയുള്ള ഈ നടത്തം അങ്ങ് നിർത്തിയേക്കണമെന്ന്. അത് കേൾക്കുന്ന ശാരദ പറയും, എൻ്റെ മകളാരും വലവീശി പിടിക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ ഗംഗയും വിനീതും തമ്മിലുള്ള കല്യാണം അത് അരവിന്ദേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു വിവാഹമാണ്. അതാ നടന്നത്. പിന്നെ സുജാതയ്ക്ക് ഇപ്പം അതിലൊരു എതിർപ്പും ഇല്ല. അവർ ജീവിക്കുന്നതും സുജാതയുടെ കൂടെയാ എന്ന് പറയാണ്. പിന്നെ നിവിനെ ഞങ്ങൾ ഒരു കാര്യത്തിനും സഹായത്തിന് വിളിച്ചിട്ടില്ല. നിവിനായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾക്ക് വിനീതിനോടുള്ള കൂട്ടുകൊണ്ട് ഈ വീട്ടിലേക്ക് വരുന്നതാ. ആ കുട്ടി നല്ലൊരു പയ്യനാണ് താനും. ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നില്ല എന്ന് കരുതി എൻ്റെ മകൾക്ക് അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയാം. അതൊക്കെ ശാരദയുടെ വെറും തോന്നലല്ലേ? നിന്റെ മകളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ മകൻ എന്നോട് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ എന്ന് ചോദിക്കാം. എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ മകനെ ഒരിക്കലും എൻ്റെ മകൾ കല്യാണം കഴിക്കത്തില്ല എന്നൊരു ഉറപ്പ്. ഇത് വെറും വാക്കാക്കരുത്. രാജേശ്വരി ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരുത്തരുത്. അത് ശാരദയ്ക്കും മക്കൾക്കും അത്ര നല്ലതല്ല. കാവേരിയോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറഞ്ഞോണം. അവൾക്ക് അത്രയ്ക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നാട്ടിൽ വേറെ ആരെങ്കിലും
പറ്റിയ ബന്ധം, അതുകൊണ്ട് അവരിൽ ആരെയെങ്കിലും കല്യാണം കഴിക്കാൻ പറഞ്ഞോണം. എൻ്റെ മകനെ ഇനി ഒരു കാര്യത്തിനും അവൾ വിളിക്കാനും പാടില്ല എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ രാജേശ്വരിയുടെ ഈ ധാർഷ്ട്യത്തോടെയുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ ശാരദയ്ക്ക് ഒരുപാട് സങ്കടം വരിക. അപ്പോൾ ശാരദ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പം കാവേരി വന്ന് ചോദിക്കുക, എന്താ അമ്മേ, എന്താ കാര്യമെന്ന്. അപ്പം ശാരദ നേരിട്ട് കാവേരിയോട് ചോദിക്കുക, നീയും നിവിനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഞാനും നിവിനും തമ്മിൽ എന്തു ബന്ധം? നമ്മളെ പല കാര്യങ്ങൾക്കും നിവിൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ വിനീതേട്ടൻ്റെ കൂട്ടുകാരനാ. ഇതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറയണം. ഒരു ബന്ധവും ഉണ്ടാവരുത്. പിന്നീട് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ആരും പറഞ്ഞു കേൾക്കാൻ ഇട വരുത്തരുത് എന്ന് ശാരദ പറയണം. അമ്മ എന്തൊക്കെയായി പറയുന്നേ എന്ന് ചോദിക്കുക. രാജേശ്വരി ഇന്നിവിടെ വന്നിരുന്നു. അവരുടെ മകൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്നും നിന്നെ കല്യാണം കഴിക്കുള്ളെന്ന് അവൻ ഒറ്റക്കാലിൽ നിന്ന് അവരോട് വഴക്കാണെന്നൊക്കെയാണ് പറയുന്നത്. നിനക്കും അങ്ങനൊരു ഇഷ്ടം അവനോടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയാം. എൻ്റെ പൊന്നമ്മേ, നമുക്കിവിടെ ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ഒരു കുഴിയിൽ പോയി ചാടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഞാനും നിവിനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറയാം. അവൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ എന്ന് പറയാണ്. നീ ഇനി ഒരു ചീത്തപ്പേര് ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കരുത്. രാജേശ്വരിയെ ഇനിയും ഇവിടെ എത്തിക്കാൻ ഇട വരുത്തരുത്. അവനുമായിട്ടുള്ള ആ കൂട്ടങ്ങ് കളഞ്ഞേക്ക്. നമുക്ക് ഒരാവശ്യത്തിന് സഹായിക്കാൻ ഇപ്പം വിനീതുണ്ട്, സുജാതയുണ്ട്, അതൊക്കെ മതി. പണ്ടും അവരൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു ബന്ധവും നമുക്ക് വേണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പം കാവേരി പറയും, അമ്മ ഇത് എന്തറിഞ്ഞു? ബാലൻ്റെ ചതിയും വഞ്ചനയും ഒക്കെ നമ്മളോട് പറഞ്ഞത് തന്നെ നിവിനാണ് ആ തോട്ടം മേടിച്ച ആളിലേക്ക് എത്താനുള്ള ഏക പിടിവള്ളി. എനിക്ക് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നിവിൻ്റെ വണ്ടിക്കാ ഓരോ സ്ഥലത്തും ഞങ്ങൾ പോകുന്നത് എന്ന് പറയാം. വേണ്ട മോളെ, നീ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും നിവിൻ്റെ കൂടെ നടക്കുന്നത്. പക്ഷേ ആ പയ്യൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അത് വേണ്ട. നമ്മൾക്ക് എന്തായാലും നഷ്ടപ്പെടാവുന്നതിൽ വെച്ച് ഏറ്റവും മൂല്യമുള്ളത് തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയും അവനുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് ശാരദ പറയാൻ കേട്ടോ. അപ്പം കാവേരി അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുക. അപ്പോൾ അമ്മ പറയുന്നത്, നാളെയാ അവിടെ ഭൂമി പൂജ നടത്തുന്നത്, നമ്മൾ അവിടെ ചെല്ലണ്ടെന്നാണോ എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടുകൊണ്ട് വരുന്ന രാധമ്മ പറയും, ശാരദേ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നീയും പേടിച്ച് പിന്മാറാൻ പോവാണോ? അവൾ പറഞ്ഞില്ലേ നിവിനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. പിന്നെ നീ എന്തിനാ നിന്റെ മകളെ സംശയിക്കുന്നത്? എൻ്റെ മകൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണ് അതെങ്കിൽ എനിക്ക് അവിടെ നാളെ ചെല്ലണം. അവിടെ ഭൂമി പൂജ നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശാരദയ്ക്കും നല്ല പേടി വരുന്നുണ്ടെങ്കിൽ പോലും അരവിന്ദേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കി സ്വത്തുവകകൾ അത് തങ്ങൾക്ക് തന്നെ കിട്ടണം എന്ന് ശാരദയും ചിന്തിക്കുകയാണ്. അങ്ങനെ ഭൂമി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ജയപാലൻ നടത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ വിശാലും അതുപോലെ ജയപാലനും നിവിനും രാമേട്ടനും അങ്ങനെ പലരും ഉണ്ട് കേട്ടോ. പിന്നെ രാജേശ്വരിയും ഒക്കെയാണ് ഉള്ളത്. ആ സമയത്ത് പൂജ നടക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ കാവേരിയും കുടുംബവും വരുന്നത്. ഇവരെന്താ ഇവിടെ എന്നപ്പം രാജേശ്വരി മനസ്സിൽ പറയാണ്. അപ്പോൾ കാവേരി ജയപാലൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കും, അതെന്ത് ജയപാലൻ സാറേ ഇങ്ങനെ ചെയ്യുന്നത്? ഈ ഭൂമിക്ക് ഒരു പൂജ നടത്തുമ്പം അതിൻ്റെ യഥാർത്ഥ ഓണറിൻ്റെ മക്കളായ ഞങ്ങളൂടെ അറിയണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിനാണല്ലോ ഈ ഭൂമി മേടിച്ചിരിക്കുന്നത്. അപ്പം ഈ ഭൂമി പൂജയിൽ ഉണ്ടാക്കുന്ന ഒരു പിടി ചോറ് കഴിക്കാനുള്ള അവകാശം മറ്റാർക്ക് കൊടുത്തില്ലെങ്കിലും അത് ഞങ്ങൾക്ക് തരണ്ടേ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ജയപാലൻ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. ദേ, ഇവിടെ വന്ന് നിന്ന് തോന്നിവാസം വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, നീയൊക്കെ എൻ്റെ കൈയുടെ ചൂടറിയും എന്ന് പറയാം. എൻ്റെ പൊന്നു ജയപാലൻ സാറേ, പേടിപ്പിക്കലൊക്കെ ഈ നിൽക്കുന്നവരെ മതി, ഇങ്ങോട്ട് വേണ്ട എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ഈ ഭൂമി എങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തിയെന്നും വ്യക്തമായിട്ട് എനിക്കറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നിൽക്കുന്നത്. ഈ ഭൂമി മേൽ ഒരു ഭൂമി പൂജ നടത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് കാവേരി അവിടെ പ്രശ്നം ഉണ്ടാക്കാണ് കേട്ടോ. കാവേരിയുടെ കൂടെ ചേർന്ന് അവിടെ ഉള്ളതെല്ലാം തട്ടിത്തെറിപ്പിക്കാൻ എല്ലാവരും ചേരുക. അപ്പം ഇത് കാണുന്ന വിശാലും മുന്നിലേക്ക് ഓടി വരിക. ഓ, നാണമുണ്ടോ? എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുവകകൾ നിങ്ങളുടെയാണെന്ന് പറയാൻ. നിങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി അന്നും കരുതി എൻ്റെ അച്ഛൻ മേടിച്ച തോട്ടം എങ്ങനെയാ നിങ്ങളുടെ ആകുന്നത് എന്ന് ചോദിക്കാം. നീ മാറി നിൽക്കടെ ചെറുക്ക എന്ന് കാവേരി അപ്പം പറയാം. അതൊക്കെ നിന്റെ അച്ഛന് വ്യക്തമായിട്ട് അറിയാം എന്ന് പറയാണ്. എൻ്റെ അച്ഛനെ ചതിച്ചും വഞ്ചിച്ചും ആ പാവ മനുഷ്യൻ മണലാരണ്യത്തിൽ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ് ഇയാളെ വിശ്വസിച്ച് ഈ തോട്ടം മേടിക്കാൻ ഇയാൾക്ക് അയച്ചു കൊടുത്തത്. അത് മുഴുവനും ഇയാൾ സ്വന്തം കാശെന്ന നിലയിൽ ഉടമസ്ഥന് കൊടുത്ത് സ്വന്തം പേരിൽ ഇത് എഴുതി മേടിച്ചതൊന്നും മറ്റാരും അറിയില്ലെന്ന് താൻ കരുതിയല്ലേടോ? ഇതിൻ്റെ യഥാർത്ഥ അവകാശികൾ ഞങ്ങളാണെങ്കിൽ ഇത് ഞങ്ങളുടെ കയ്യിലേക്ക് എങ്ങനെ വരുത്തണമെന്നും എനിക്കറിയാം എന്ന് നമ്മുടെ കാവേരി പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഭൂമി പൂജ മുടങ്ങാം. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന രാജേശ്വരി ജയപാലനോട് ചോദിക്കുക, എന്താ ജയപാലേട്ട ഇതൊക്കെ സത്യം പറയണമെന്ന് ചോദിക്കുക. എനിക്കറിയില്ല രാജേശ്വരി, ഈ പെണ്ണുങ്ങൾക്കെല്ലാം ഉടുത്ത ഭ്രാന്ത എന്ന് പറയാണ് കേട്ടോ. ജയപാലേട്ടൻ കൂടുതൽ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാവുന്നതുപോലെ ഈ ലോകത്ത് വേറെ ആർക്കാ അറിയാവുന്നത് എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ജയപാലൻ ഒന്ന് പതിയെ പരുങ്ങാണ് കേട്ടോ. എന്തായാലും ഭൂമി പൂജ മുടക്കിയതിന് ശേഷം കാവേരിയും കുടുംബം അവിടെ നിന്ന് പോവാണേ. ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് ജയപാലനും തീരുമാനിക്കും.
അങ്ങനെ കാവേരി ഭൂമി പൂജ കൂടി മുടക്കുന്നതോടുകൂടി ജയപാലൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഇനിയും കാവേരി തനിക്കെതിരെ ഉയർന്നു വരാൻ പാടില്ല. അതിന് അവൾ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യണം എന്നൊരു നിലപാടിൽ അയാൾ എത്തിച്ചേരുക. കാവേരി ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഭൂമി തൻ്റെ കൈവിട്ടു പോവുക മാത്രമല്ല, അരവിന്ദനെ താൻ പറ്റിച്ചുണ്ടാക്കിയ സകലതും തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അതുമാത്രമല്ല, തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള MLA പദവി അതും തനിക്ക് നഷ്ടപ്പെടും എന്ന് ബോധ്യമാകുക. അതുകൊണ്ട് തന്നെ വാടക കൊലയാളികളെ അതിനായിട്ട് ഏർപ്പാടാക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ കാവേരിയുടെ രക്ഷകനായിട്ട് അവൻ അവിടെ എത്താൻ പോകുന്ന കാര്യം നമ്മുടെ ജയപാലൻ വിചാരിക്കുന്നില്ല. കാവേരിക്കും കുടുംബത്തിനും അവകാശപ്പെട്ട ആ 5 ഏക്കർ തോട്ടം എങ്ങനെയും അവർക്ക് നേടിക്കൊടുക്കണമെന്ന് തൻ്റെ മുത്തശ്ശന് വാക്കുകൊടുക്കുകയാണ് നമ്മുടെ നരയൻ. അതുകൊണ്ട് തന്നെ നരയൻ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കളത്തിലിറങ്ങാൻ തീരുമാനിക്കുകയാണ്. ഈ വിവരം ജയപാലൻ ഒരു മുന്നറിയിപ്പ് പോലെ ശിവരാജൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നരയനെ നിസ്സാരനായിട്ടാണ് ജയപാലൻ കാണുന്നത്. തനിക്ക് മുകളിൽ അത്രയ്ക്ക് ശക്തനായ ഒരുത്തൻ ഈ നാട്ടിൽ തന്നെ ഇല്ല എന്നൊരു അഹങ്കാരം അയാൾക്കുണ്ട്. അതിനു മേലാണ് ആദ്യത്തെ അടി കൊടുക്കാനായിട്ട് നരൻ വരുന്നത് കേട്ടോ. നമ്മുടെ നരനും കാവേരിയും തമ്മിലുള്ള കണ്ടുമുട്ടൽ അത്രയ്ക്ക് അടിപൊളിയാണ്. കാവേരിയെ കൊല്ലാനായിട്ട് കുറേ ഗുണ്ടകളെ ജയപാലൻ അയക്കുന്നുണ്ട്. അപ്പം അവരിൽ നിന്ന് രക്ഷ നേടാൻ കാവേരി ഒരുപാട് ഓടും കേട്ടോ. അപ്പോഴാണ് നരൻ അങ്ങോട്ട് എത്തിപ്പെടുന്നത്. ഒരു പെൺകുട്ടിയെ ആരൊക്കെയോ ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന നരൻ ഓടി വരികയും ആ ഗുണ്ടകളെയൊക്കെ ഇടിച്ച് പദം വരുത്തിക്കൊണ്ട് നമ്മുടെ കാവേരിയുടെ കൈയും പിടിച്ചുകൊണ്ട് സ്ലോ മോഷനിൽ ഒരു വരവുണ്ട് കേട്ടോ. കാവേരിയുടെ രക്ഷകനായിട്ട് മാത്രമല്ല, അരവിന്ദൻ്റെ മുഴുവൻ സ്വത്തിൻ്റെയും രക്ഷകനായിട്ട് നമ്മുടെ നരൻ മാറുന്നതും ജയപാലൻ്റെ ഓരോരോ തോൽവികളായിട്ട് തുടങ്ങുന്നതുമൊക്കെ വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.